കേരളത്തിൽ എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്? എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുമോ? എന്തായാലും ഞാൻ അറിയാൻ പരിശ്രമിക്കുന്നു. ഞാൻ അറിയുന്ന റെയിൽവേ സ്റ്റേഷൻ എല്ലാം നിങ്ങളെയും അറിയിക്കും. ഇത് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. എറണാകുളത്ത് നിന്ന് മെമ്മൂന് 10 രൂപ നൽകി ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വളരെ ശാന്തമായ സുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പണി ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നു. 1902 ജൂൺ 2 ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊച്ചിൻ സ്റ്റേറ്റ് റെയിൽവേയുടെ പാത തുറന്നത്. ഇതൊരു മീറ്റർ ഗേജ് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. പിന്നീടാണ് ഇത് ബ്രോഡ് ഗേജ് റെയിൽവേ സ്റ്റേഷൻ ആക്കിയത്. ഷൊർണൂർ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ്. അവിടെ മദ്രാസ് റെയിൽവേ കമ്പനി ട്രെയിൻ നടത്തിയിരുന്നു. റെയിൽവേ റൂട്ട് ഉണ്ടായിരുന്നു മദ്രാസ് റെയിൽവേ കമ്പനിയുടെ കീഴിൽ. അവിടെ നിന്നാണ് കൊച്ചി രാജാവിൻ്റെ ഒരു റെയിൽവേ എറണാകുളം വരെ പണിയാൻ തീരുമാനിച്ചത്. 1902 ജൂൺ 2 അതിൻ്റെ പണി പൂർത്തിയാക്കി. ഇതാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. അങ്കമാലി റെയിൽവേ സ്റ്റേഷന് വേറെയും ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ട് സ്റ്റേഷനാണ്. ഒന്ന് അങ്കമാലിക്കാർക്കും രണ്ടാമത്തത് കാലടിക്കാർക്കും. പക്ഷേ അങ്കമാലിയിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഒന്നും കൂടി ഉണ്ട്. ഇത് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനും കൂടിയാണ്. അങ്ങനെ 3 പരിഗണന റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ, കാലടിക്കാർക്ക് കാലടി റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടിൽ പോകേണ്ടവർക്ക് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനും. മലബാർ പ്രദേശത്ത് നിന്ന് കൊച്ചി രാജ്യത്തേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. കൊച്ചി രാജാവിൻ്റെ പ്രൗഢമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ എല്ലാം കൊടുത്തിട്ടും ഈ റെയിൽവേ ലൈൻ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ ആനയുടെ നെറ്റിപ്പട്ടം വരെ വിറ്റിട്ടാണ് ഈ റെയിൽവേ പാത പണി പൂർത്തിയാക്കിയത്. ഞാൻ ഇതാ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി കണ്ട് ഈ റെയിൽവേ മുതൽ ഞാൻ എൻ്റെ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര തുടരുന്നു. ഈ യാത്രയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ആ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള പട്ടണവും ആ പട്ടണത്തിന് ഉള്ള മാർക്കറ്റുകളും ബസ് സ്റ്റോപ്പുകളൊക്കെയാണ്. ഇതാണ് അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന് തൊട്ട് അടുത്താണ്. ഇവിടെ നിന്ന് 10 രൂപ നൽകിയാൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലും എത്താം, ടൗണിലെത്താം. ഞാൻ 10 രൂപ നൽകി KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഈ ബസ് സ്റ്റാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബസ് സ്റ്റാൻഡിന് ഒരു സിനിമ തിയേറ്ററുണ്ട്. സിനിമ തിയേറ്ററുള്ള ഒരു ബസ് സ്റ്റാൻഡ് കേരളത്തിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പോയ റോഡ് തൃശ്ശൂരേക്കുള്ള റോഡാണ്. ഇത് ബസ് സ്റ്റാൻഡിന് ഉള്ളിലുള്ള പെട്രോൾ പമ്പ്. ഈ ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലിപ്പമുള്ള ബസ് സ്റ്റാൻഡാണ്. ഇത് പുതുക്കി പണിത ബസ് സ്റ്റാൻഡാണ്. ഇവിടെയാണ് വേറെ ഒരു പ്രത്യേകത ഉള്ളത്. ഇവിടെയാണ് അങ്കമാലിയിൽ നിന്നാണ് MC റോഡ് തുടങ്ങുന്നത്. MC റോഡ് കേരളത്തിൻ്റെ വളരെയധികം പ്രശസ്തി ആർജിച്ച പഴയ ഒരു റോഡാണ് കേട്ടോ. ഇതാണ് മൈ സിനിമ. ഇവിടെയാണ് ഈ ലിഫ്റ്റിൽ കയറി നിങ്ങൾക്ക് സിനിമ കാണാനും പറ്റും. അതിന് എല്ലാ സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അങ്കമാലി ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തീരില്ല. അത്രയും ടൗണിലാണ് നിൽക്കുന്നത്. ഇതാണ് കാര്യാലയം, മുനിസിപ്പൽ കാര്യാലയം. അതും ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്. ഈ ക്യാൻറ്റീനിൽ 30 രൂപയ്ക്ക് ഊണ് കിട്ടും കേട്ടോ. ഉച്ചവരെ ഊണുള്ളൂ. ഇതിൻ്റെ പുറയിലാണ് പഴയ മാർക്കറ്റിലേക്ക് ഞാൻ നടന്നു. അവിടെ ഇപ്പോൾ മാർക്കറ്റെന്ന് പറയാൻ ഒന്നുമില്ല. ഓൾഡ് മാർക്കറ്റ് റോഡെന്നും പറഞ്ഞ് ഒരു ചെറിയ റോഡുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉള്ളതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഓൾഡ് മാർക്കറ്റ് റോഡ് മാത്രം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശമാണ് പുതിയ മാർക്കറ്റ്. അവിടെ പോയിരുന്നു. ആ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ അങ്കമാലിക്ക് വേറെ ഒരു പ്രത്യേകത, പോർക്കിന് വളരെയധികം പ്രശസ്തം. പോർക്കിനെ മേടിക്കാൻ അങ്കമാലിയിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ജനങ്ങൾ പറയാറ്.
ഇതാണ് എറണാകുളം മല. അങ്കമാലി പുതിയ മാർക്കറ്റ്. ഇതാ പന്നികൾ ഇഷ്ടംമാരെ ഇവിടെ ഉണ്ട്. 24 മണിക്കൂറും ഇവിടെ കിട്ടും. ഏത് സമയത്തും ഇവിടെ വന്നാൽ പന്നി ഇറച്ചി നിങ്ങൾക്ക് കിട്ടും. ഇതാ ജീവനുള്ള പന്നികൾ അവിടെ ഓടി നടപ്പുണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. എല്ലാ റെയിൽവേ സ്റ്റേഷനും കാണാൻ നിങ്ങൾ എൻ്റെ കൂടെ വരണേ. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അഭിപ്രായം പറയണം. സ്നേഹിതന്മാരോട് അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ വന്ന് ഫോളോ ചെയ്യാൻ നിർബന്ധമായി നിങ്ങൾ പറഞ്ഞാൽ അവർ അനുസരിക്കും. അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ ലൈവ് ഉണ്ട്. അതും നിങ്ങൾ കാണാൻ വരണേ. എൻ്റെ എല്ലാ യാത്രകളിലും നിങ്ങൾ എന്നെ പങ്കുകൊള്ളും എന്ന പ്രതീക്ഷയിൽ ഷെല്ലി MF.